നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 355-ാമത്തെ എപ്പിസോഡാണിത്. ഇത് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ. കറുത്ത മാനസം എന്ന എൻ്റെ ഷോർട്ട് ഫിലിം, അതിൻ്റെ ചിത്രീകരണവും റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും മിക്സിങ്ങും ഡബ്ബിങ്ങും എല്ലാം കൂടി ഒരു 2-2.5 മാസത്തെ കഠിന പ്രയത്നത്തിന് ശേഷം, ഉറക്കമില്ലാത്ത രാവുകളെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയട്ടെ, ഈ മാസം 17-ാം തീയതി ചിങ്ങം 1-ന് കേരള വിഷൻ്റെ കീഴിലുള്ള മീഡിയ പ്ലസ് എന്ന ചാനലിൽ എൻ്റെ കറുത്ത മാനസം എന്ന 23 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ചിത്രം ലൈവായി ടെലികാസ്റ്റ് ചെയ്യുകയാണ്. നാട്ടിലും വിദേശത്തുമൊക്കെ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ട്. എബഡി മൈൻഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. ഞാൻ തന്നെ അതിൻ്റെ ആശയവും തിരക്കഥയും സംഭാഷണവും, അതിലൊരു ഗാനമുണ്ട്, ഗാനരചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ്. സന്തോഷ് നമ്പലാട്ട് എന്നുള്ള ഖത്തറിലെ എൻ്റെ സുഹൃത്താണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്ന കൊച്ചു പ്രോജക്റ്റ് എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ചിത്രീകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് എപ്പിസോഡുകൾ താമസിച്ചത്. 10 എപ്പിസോഡും കൂടെ ആകുമ്പോൾ 2 വർഷത്തെ കഠിന പ്രയത്നം അവസാനിപ്പിക്കുകയാണ്. 365-ാമത്തെ എപ്പിസോഡോടുകൂടി ഞാൻ ഈ കൃഷ്ണശില എന്നുള്ള പരമ്പര പറഞ്ഞു തീർക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സ്വന്തം എന്ന് മനസ്സിൽ തോന്നി ബഹുമാനവും ആദരവും ഒക്കെ നൽകിയ നമ്മുടെ 11-ാമത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ബൃഹത്തായിട്ടുള്ളൊരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനു മുന്നേ ചില വാക്കുകൾ പറയാം. 1931 ഒക്ടോബർ 15-ന് രാമേശ്വരത്ത് ജനനം. 1962 വിക്രം സാരാഭായി തുമ്പയിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ ശ്രീ അബ്ദുൽ കലാമിനെ ഏൽപ്പിച്ചു. ഭാരതരത്നം ലഭിക്കുന്ന 3-ാമത്തെ രാഷ്ട്രപതി. 30ഓളം സർവകലാശാലകളിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. 2015 ജൂലൈ 27-ാം തീയതി ഷില്ലോങ്ങിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ 40-45 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തമ്പാനൂരിൽ ജീവിക്കുന്ന അവസരത്തിൽ എൻ്റെ വീട്ടിൽ നിന്നും ഒരു 15 മിനിറ്റ് നടന്നാൽ ഗാന്ധാരി അമ്മൻ കോവിൽ എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷന് ഓപ്പോസിറ്റുള്ള ഗുരുവായൂരപ്പൻ ഹോട്ടലിലാണ് ഇദ്ദേഹം സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അന്ന് അദ്ദേഹം തുമ്പയുടെ പ്രവർത്തനങ്ങളുമായിട്ട് കഴിയുന്ന കാലമാണ്. അന്ന് അദ്ദേഹം പ്രസിഡൻറ്റും മറ്റുള്ള പദവികളൊന്നും വഹിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു പരമേശ്വരൻ നായർ ചേട്ടനുണ്ട്, ഗുരുവായൂരപ്പൻ ഹോട്ടലിൻ്റെ മുതലാളി. ശ്രീകൃഷ്ണ ഭക്തനാണ്, ഗുരുവായൂരപ്പ ഭക്തനാണ്. അപ്പോൾ അതുവഴി അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴൊക്കെ പരമേശ്വരൻ ചേട്ടൻ എന്നെ കാണുമ്പോൾ ചിരിച്ചിട്ട് പറയും, ഇടാ, ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത്, നീ വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, പറ്റിയാൽ ഓട്ടോഗ്രാഫും ഫോട്ടോയൊക്കെ എടുക്കാം, കിട്ടിയ ചാൻസ് കളയല്ലേടാ എന്ന് സ്നേഹത്തോടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല അവസരത്തിലും ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ ഹോട്ടലിനുള്ളിൽ കയറിയാൽ ഉടനെ ഫ്രണ്ടിലുള്ള ഒരു മേശയും ബെഞ്ചുമുണ്ട്. അതിൽ അദ്ദേഹം ഉപവിഷ്ടനായി കഴിഞ്ഞാൽ 3 ഇഡ്ഡലി ചമ്മന്തി ഇതാണ് അദ്ദേഹം കഴിക്കുന്നത്.
അതില്ലെങ്കിൽ മാത്രം മസാല ദോശ കഴിക്കുന്നതായിട്ടാണ് ഓർമ്മ. കാപ്പി കുടിച്ചാലും കാപ്പി കുടിച്ചില്ലെങ്കിലും അദ്ദേഹവുമായി സംസാരിക്കണം, അദ്ദേഹത്തിൽ നിന്നൊരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം, ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അന്ന് ക്യാമറ സ്വന്തമായിട്ടില്ല, ഫോട്ടോ എടുക്കാൻ പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ആളിനെ വിളിച്ചുകൊണ്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാലമാണ്. അപ്പോൾ 4-5 തവണ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹം ചിരിക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു, എന്തിന് പഠിക്കുന്നു എന്നൊക്കെ സംസാരിക്കുകയും. ഇപ്പോൾ പരമേശ്വരൻ നായർ ചേട്ടൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇവൻ കുറച്ച് കഥയും കവിതകളൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണ്, ഭാവി ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചു. അദ്ദേഹവും ചിരിച്ചു. അദ്ദേഹം ഭക്ഷണം കഴിച്ച ശേഷം തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എവിടെയായാലും ജീവിതത്തിൽ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്ന് വെച്ചാൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തിനും പുരോഗതിയുടെ പാത തെളിയിക്കും. എല്ലാവരെയും സ്നേഹിക്കുക. യെസ് സാർ, യെസ് സാർ എന്ന് പറയുന്നതല്ലാണ്ട് അന്ന് പ്രത്യേകിച്ചൊന്നും പറയാനുള്ള മാനസിക വളർച്ചയൊന്നും ഉണ്ടായൊരു കാലമല്ല. എങ്കിലും എഴുത്തും വായനയും ഒക്കെയായി പബ്ലിക് ലൈബ്രറിയിലെ ഒരുപാട് പുസ്തകങ്ങളും പേറി വായനയും എഴുത്തുമൊക്കെയായി നടന്ന ആ കാലത്താണ് അദ്ദേഹത്തിനെ പലതവണയും കണ്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രത്യേകത, ഞാൻ കാണുമ്പോഴെല്ലാം ചാര നിറത്തിലുള്ളൊരു ഷർട്ടും അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ചാര നിറത്തിലുള്ള പാൻറ്റും ബെൽറ്റും ധരിച്ചിട്ട് എപ്പോഴും സാധാരണ ആൾക്കാർ കെട്ടുന്നതിൽ നിന്നും ഒരു കുറച്ച് ഉയർത്തി ബെൽറ്റിട്ട് കെട്ടി നിൽക്കുന്ന ആ രൂപമാണ് എൻ്റെ മനസ്സിൽ. വെളിയിറങ്ങി വന്നു നിന്ന് ഓഫീസിലെ വണ്ടി വന്ന് അദ്ദേഹത്തെ കയറി കൊണ്ടുപോകുമ്പോഴും ചിരിച്ച മുഖമല്ലാണ്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേയില്ല. കാലം എത്രയോ കഴിഞ്ഞു. ആ മഹാനായ വ്യക്തിത്വം, ലാളിത്യമാർന്ന വ്യക്തിത്വം, അതാണ് ഞാൻ കണ്ട ആ മഹത് വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ പഠിക്കുന്നു, എന്തിനു പഠിക്കുന്നു, എന്താണ് വിഷയം, വളരെ ചിരിച്ചുകൊണ്ട് വളരെ കുറച്ച് വാക്കുകൾ സംസാരിച്ച ആ മഹത് വ്യക്തി, അദ്ദേഹത്തെ എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? പിൽക്കാലത്ത് പ്രസിഡന്റ് പാലസിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും അദ്ദേഹം ജീവിച്ച ജീവിതശൈലിയും പറഞ്ഞാൽ തിരില്ല. അത്രമാത്രം അനുഭവങ്ങൾ കോറിയിട്ട ഒരു വലിയ പ്രതിഭ ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. സ്നേഹത്തിൻ്റെ ഭാഷയല്ലാണ്ട് അദ്ദേഹത്തിന് എങ്ങനെ പെരുമാറാൻ കഴിയും? രാഷ്ട്രം അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തപ്പോഴും അദ്ദേഹം തൻ്റെ കാലാവധി പൂർത്തിയാക്കി ഒരു ചെറിയ ബാഗുമായി പുറത്തോട്ടിറങ്ങുമ്പോഴും പിന്നീടുള്ള ജീവിതകാലത്തും ഒന്നും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടേയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ കണ്ട ആ വലിയ വ്യക്തിത്വം ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ, അതിലുപരി ലോകത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാനും ലോകശാസ്ത്ര ഭൂപടത്തിൽ വളർച്ചയുടെ കേദാരഭൂവ് സൃഷ്ടിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തെ അന്ന് കാണുകയും പലവരും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ഇന്നും മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ ദീർഘമായിട്ടുള്ളൊരു കുറിപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈയിടയ്ക്ക് ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഒരു 4-5 ദിവസത്തിന് മുമ്പ് ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ ചെന്ന് പരമേശ്വരൻ നായർ ചേട്ടനെ കണ്ട് സംസാരിക്കുകയും അവിടെ ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്ന ഫോട്ടോകളിൽ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എൻ്റെ മുഖവും തെളിഞ്ഞിട്ടുണ്ടോ? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണല്ലോ, മനുഷ്യൻ്റെ തോന്നലുകളാണല്ലോ, മനുഷ്യൻ്റെ ചിന്തകളാണല്ലോ. അന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് മടങ്ങിയ ശേഷമാണ് ഇങ്ങനൊരു എപ്പിസോഡ് തയ്യാറാക്കുന്നത്. ഞാൻ കണ്ട
ലോക പ്രശസ്തരായിട്ടുള്ള മഹത് വ്യക്തികളിൽ ഒരാൾ. കാലാന്തരത്തിലും കാലം കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശാസ്ത്ര പ്രതിഭകൾ ചിന്തിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ രാമേശ്വരത്തെ വസതിയും അവിടമെല്ലാം പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഇതെല്ലാം വീണ്ടും വീണ്ടും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആ ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.